ജോയിസ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് ലിസി എന്ന് പറയുന്ന ഒരു സിസ്റ്ററാണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജോയിസ് ടിവിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ് സിസ്റ്റർ. സന്തോഷമായിരിക്കുന്നു? ദൈവകൃപയാൽ സുഖമായും സന്തോഷമായും ഇരിക്കുന്നു. ഓക്കെ, കുടുംബമായിട്ടാണല്ലോ അവിടെ ആയിരിക്കുന്നത് ആ ദേശത്ത്? അതെ, ഏറെക്കുറെ 38 വർഷമായിട്ട് കോയമ്പത്തൂര് തന്നെയാണ്. കർത്താവോടെ സഹായിക്കട്ടെ. ഒരു ജീവിതത്തിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ആ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ സന്നിധാനത്തിൽ അടിയനും പ്രിയ കർത്താവിന്റെ ദാസിയുമായി കടന്നു വന്നിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പരിശുദ്ധാത്മാവ് വായോടും നാവോടും കൂടെ ഇരിക്കണമേ കർത്താവേ. ഈ ടെസ്റ്റ് മണി കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ആത്മീക വർധനവിനും ഹല്ലേലൂയ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനും കാരണമായി തീരുവാന് കർത്താവ് സഹായിച്ചാട്ടെ. ഞങ്ങളെ കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സിസ്റ്ററെ, ഇപ്പോൾ നമ്മളോടൊപ്പം എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാനിപ്പോ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ. കോയമ്പത്തൂര് ജോലിയോടുള്ള ബന്ധത്തിലാണോ അതോ? അതെ, എന്റെ ഹസ്ബൻഡ് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു കോയമ്പത്തൂര്. ഇപ്പൊ റിട്ടയർഡായി. അപ്പൊ അതിനുശേഷം ഞങ്ങളെല്ലാം കോയമ്പത്തൂര് തന്നെ താമസമാക്കി. ഓക്കെ. ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ഭാര്യയായിട്ട് വർഷങ്ങളായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ഓക്കെ. ഇപ്പൊ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. കർത്താവ് ഉപയോഗിക്കട്ടെ. ഓക്കെ. സുസ്ന ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സുസ്ന ടൈം വേർതിരിച്ചു തരികയാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ലിസി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും 3 മക്കളാണ് ഞങ്ങള്. അപ്പോൾ ഞാനും എൻ്റെ ആങ്ങളെയും കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നെടുങ്കുന്നം എന്ന സ്ഥലത്താണ് ഞങ്ങൾ എൻ്റെ അമ്മച്ചിയോട് കൂടെ, അച്ചായൻ്റെ അമ്മയുടെ കൂടെ വളർന്നത്. എൻ്റെ അനിയത്തി മാത്രം എൻ്റെ അച്ചായനും അമ്മയും ഇവിടെ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ പില്ലൂർ ഡാം എന്ന സ്ഥലത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൽ അച്ചായന് ജോലി ആയതുകൊണ്ട് അനിയത്തി മാത്രം എൻ്റെ അച്ചായൻ്റെ കൂടെ വളർന്നു. അപ്പം ഞങ്ങൾ ചെറുതിലെ തൊട്ടേ അച്ചായൻ്റെ അമ്മച്ചിയുടെ കൂടെ വളർന്നു. പക്ഷേ എപ്പോഴും വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ വീട്ടിൽ കറണ്ടില്ല. പിന്നെ വിളക്ക് കത്തിച്ച ഉടനെ അമ്മച്ചി പറയും, മക്കളെ പ്രാർത്ഥിക്ക, പാട്ടുപാട്, വേദപുസ്തകം വായിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഉടനെ ഞങ്ങൾ നിലത്ത് പായിട്ടിട്ട് ഇത് ബൈബിൾ എടുത്തോണ്ട് വന്ന് പാട്ടും പാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് അത്താഴമൊക്കെ തരുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ എൻ്റെ ചെറുപ്രായം കുറേ വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. വേഗം നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയില്ല, പാട്ടില്ല, ദൈവത്തിന്റെ വിളിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ളിൽ ഞങ്ങൾ മാറി. ഇടയ്ക്കിടയ്ക്ക് തമിഴ് വരും കേട്ട, കുറച്ച് പ്രയാസമുണ്ട് എനിക്ക്. അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനുള്ളിൽ ഞാൻ മാറി. അപ്പം പാട്ടും പ്രാർത്ഥനയും ഒന്നും വീട്ടിലില്ലാതിരുന്നപ്പോ വീട്ടില് ഭയങ്കര ദുഃഖം, മനസ്സിനുള്ളിൽ ദുഃഖം, ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല. വീട്ടിൽ ആകെപ്പാടെ പ്രശ്നങ്ങളായി കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പൊ അന്നേരം ഞാൻ ഓർത്തു, അന്നേരം എൻ്റെ ഒരു 15 വയസ്സൊക്കെ ഇങ്ങനെ ആയി കാണും. അന്നേരം ഞാൻ ഓർത്തു, ദൈവമേ, നിന്നെ വിളിച്ച സമയത്ത് വീട്ടിൽ എന്തോ ഒരു സമാധാനമായിരുന്നു, എന്തൊരു അനുഗ്രഹമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ളിൽ ജീവിതം കടന്നു പോകുന്നല്ലോ എന്ന് പറഞ്ഞ് ഞാനും അമ്മച്ചി ഒരു മുറിക്കകത്തായിരിക്കും കിടക്കുന്നത്. അപ്പൊ ഈ ലൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എനിക്ക് തനിയെ ഇരുട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പേടിയാ. അപ്പൊ ഞാൻ അമ്മച്ചി ഇങ്ങനെ കിടക്കുമ്പോ അമ്മച്ചിയുടെ കാൽ കീഴിലിരുന്ന് കാലിന്റെ അടുത്ത് വന്നിരുന്ന് മുട്ടുമടക്കി
നോക്കി പ്രാർത്ഥിക്കും, കർത്താവേ ആദ്യത്തിലുള്ള ആ സിറ്റുവേഷൻ ഞങ്ങൾക്ക് തിരിച്ചു തരണേ, വീട്ടിൽ പ്രാർത്ഥന വേണം ദൈവമേ, നിന്നെ വിളിക്കുന്ന ഒരു അനുഭവം വേണം, അമ്മച്ചിയോട് നീ സംസാരിക്കണമേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച ഒരു 18 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് എൻ്റെ അച്ചായനും അമ്മയും എന്നെ കോയമ്പത്തൂരിലേക്ക് വിളിച്ചോണ്ട് വന്നതിന് ശേഷം അവിടെ നോക്കുകയാണെങ്കിൽ അമ്മച്ചിയുടെ മൂത്ത മോളും എല്ലാം പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു TPM ഒരു പാസ്റ്ററെ പോയി കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് അവർ ജ്ഞാനസ്നാനമൊക്കെ എടുത്ത് രക്ഷിപ്പിന്റെ ഒരു അനുഭവത്തിലേക്ക് അവർ കടന്നു വന്നു. അന്നേരം എന്നോട് പറയുമായിരുന്നു, മോളെ നീയും ഈ ബെന്തക്കോസ്തെ അനുഭവത്തിനുള്ളിൽ വരണം, രക്ഷിപ്പിന്റെ അനുഭവമൊക്കെ വരണമെന്നും പറഞ്ഞുകൊണ്ട്. അന്നേരം എനിക്ക് ഈ ബെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല, ഞങ്ങൾ മർത്തോമാക്കാരാ എല്ലാവരുമേ. അന്നേരം അമ്മച്ചിക്ക് വയ്യായിരുന്നതുകൊണ്ട് ഞാൻ വിരളെ വിട്ടെണ്ണാവുന്ന സമയം മാത്രമേ ഞാൻ ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ ചർച്ചിൽ പോയിട്ട് കാണും. 18 വർഷത്തിനുള്ളിൽ ഞാൻ കൂടുതലായിട്ടൊന്നും ചർച്ചിൽ പോയിട്ടില്ല. അന്നേരം എന്നൊക്കെ 19 വയസ്സായപ്പോഴത്തേക്ക് എനിക്ക് കല്യാണമായത് പിന്നെ എന്നെ ഒരു RCയിലുള്ള ഭയങ്കര വേളാങ്കണ്ണി ഭക്തനായിരുന്നു എൻ്റെ ഭർത്താവ്. പിന്നെ ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ പിന്നെ ജീവിതം ആരംഭിച്ചു. നോക്കിയ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിന്റെ 4 ചുവരിലും വേളാങ്കണ്ണി മാതാവിന്റെ സ്വരൂപങ്ങളും. കോട്ടേഴ്സിൽ പോകാൻ ഹസ്ബൻഡ് ജോലി പോലീസായിരുന്നു പറഞ്ഞാട്ട്. എന്റെ ഭർത്താവ് അന്നേരം റൈറ്ററായിരുന്നു, പോലീസ് ഇതിലെ റൈറ്ററായിരുന്നു. പിന്നെ സബ് ഇൻസ്പെക്ടറായിട്ട് പിന്നെ പ്രൊമോഷൻ കിട്ടിയത്. അന്നേരം റൈറ്ററായിരുന്നു. അന്നേരം പിന്നെ ആ പോലീസ് ക്വാർട്ടേഴ്സിൽ പോയിട്ട് 4 ചുവരിലും വേളാങ്കണ്ണി മാതാവിന്റെ ഫോട്ടോസ് ആയിരിക്കും. അത് മാത്രമല്ല ഒരു കൂടിങ്ങനെ ചെയ്ത് വെച്ച് വേളാങ്കണ്ണി മാതാവിനെ വെച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴെല്ലാം ഈ മാതാവിനെ തൊട്ട് ഉമ്മ കൊടുക്കുന്ന മുത്തം ചെയ്യുന്ന ആ ഒരു എപ്പോഴും ഭയങ്കര ഭക്തനാണ്. ഈ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, എപ്പോഴും പിന്നെ ഈ ക്യാൻഡിലെല്ലാം പിന്നെ കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ ഭർത്താവ്. അപ്പൊ ഞാൻ ഓർത്ത് ഇതായിരിക്കുമോ ഒരു ഭക്തിയുടെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ആ വഴിയെ തന്നെ അനുഗമിച്ചു. ഞാനും എൻ്റെ ഭർത്താവ് എന്തോ ചെയ്യുന്നു അതുപോലെ തന്നെ ഞാനും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല, എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനുജത്തിയും ഈ രക്ഷിപ്പിന്റെ അനുഭവത്തിനുള്ളിൽ കടന്നു വന്ന് അവളും പറഞ്ഞു, ചേച്ചി നീ ദൈവത്തിനെ കൂടുതലായിട്ട് അറിയണം, ദൈവസാന്നിധ്യത്തിൽ നീ വരണമെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എനിക്ക് ചെറുതിലെ മുതലേ ഒരു തലവേദന വരും. അത് ഞാൻ നാട്ടില് പിന്നെ ഡോക്ടറിനെ അടുത്ത് കാണിച്ചു, കോയമ്പത്തൂര് കാണിച്ചു, ഊട്ടി ഞങ്ങൾ ആ സമയത്തേക്ക് പിന്നെ ട്രാൻസ്ഫർ ആയി പോയായിരുന്നു. അപ്പൊ ഊട്ടിയിലും കാണിച്ചു. അപ്പൊ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു തല ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരുപാട് ടാബ്ലറ്റ്സ് എല്ലാം എഴുതി തന്നെ പറഞ്ഞു, ഈ ടാബ്ലറ്റ്സ് എല്ലാം കഴിച്ച് സുഖമായില്ലെങ്കിൽ പിന്നെ ഇത് തല ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പൊ ഞങ്ങളുടെ റിലേഷന് ഒരമ്മാമ്മ ഈ തലവേദനയാണെന്നും പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് 6 മാസം കോമാ സ്റ്റേജിൽ കിടന്നിട്ട് മരിച്ചുപോയി. അന്നേരം ഞാൻ ഓർത്ത് ഈ ഉള്ള പൈസ എല്ലാം കൂടെ ചെലവാക്കി കോമാ സ്റ്റേജിൽ കയറി ഞാൻ മരിക്കുന്നതിന് ഞാൻ സൂസൈഡ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു അനുഭവത്തിനുള്ളിൽ ഞാൻ വന്നു. അപ്പൊ എൻ്റെ അച്ചായനും എൻ്റെ പപ്പ വന്നിട്ട് പിന്നെ ജോലി ചെയ്തത് ഒരു കാടായിരുന്നു ഫുള്ള്. എൻ്റെ അച്ചായൻ്റെ ക്വാർട്ടേഴ്സിന്റെ ഫുള്ള് ചുറ്റും കാടായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് അവിടെ പോയപ്പം ഈ ടാബ്ലറ്റ്സ് എല്ലാം എടുത്ത് ആ കാട്ടിനുള്ളിൽ വലിച്ചെറിഞ്ഞ് അന്നാ ഞാൻ ദൈവത്തിനെ വിളിക്കുന്നത്, സത്യമായി ദൈവത്തിനെ വിളിക്കുന്നത്. എൻ്റെ ഹൃദയം എൻ്റെ കണ്ണ് രണ്ടും ആകാശത്തിലോട്ട് നോക്കി ഞാൻ കണ്ണുനീര് വടിച്ചു. പക്ഷെ എൻ്റെ വായ് സംസാരിച്ചില്ല. എൻ്റെ ഹൃദയത്തിന് ആഴത്തിലിരുന്ന് ഞാൻ അന്നേരം ആ ദൈവത്തിനോട് പറയുന്നു, ആ തലവേദന വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ട് ഒരു 3 മണി വരെ ജീവൻ പോകുന്ന പോലുള്ള വേദനയായിരിക്കും. ആ 3 മണിക്ക് ശേഷം ഞാൻ നിലത്ത് കിടന്ന് ഉരുണ്ട് വാമിറ്റ് എടുത്തതിന് ശേഷം പിന്നെ അതിലിരുന്ന് എനിക്ക് വിടുതലയാകും ആ തലവേദന. അങ്ങനത്തെ ഒരു തലവേദനയായിരുന്നു. പിന്നെ അതിന് ശേഷം അടുത്ത ദിവസം നോക്കിയാൽ അടുത്ത ദിവസം വരും. അങ്ങനത്തെ ഒരു തലവേദനയായിരുന്നു. എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനേ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ അന്നേരം ഓർത്തു, ഇനിയും ഞാൻ ജീവിച്ചിട്ട് കാര്യമല്ല, ഈ തലവേദനയോടുകൂടെ എൻ്റെ ലൈഫ് ലോങ് എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. അന്ന് ഞാൻ ഈ ടാബ്ലറ്റ്സ് എല്ലാം എടുത്ത് ആ കാട്ടിനുള്ളിൽ വലിച്ചെറിഞ്ഞിട്ട് ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ നീ ജീവനുള്ള ദൈവമാണെങ്കിൽ, ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ നിന്നെ അറിഞ്ഞിട്ടില്ല, പക്ഷെ നീ ജീവനുള്ള ദൈവമാണെങ്കിൽ ഇന്ന് എനിക്ക് സൗഖ്യം വേണം. ഇല്ലെങ്കിൽ ഞാൻ വയ്യുമ്പോഴത്തേക്ക് ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ഈ തലവേദന കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കുകയല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവത്തിനോട് പറഞ്ഞു. അങ്ങനെല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നോക്കുവാണെങ്കിൽ
ഒരു വിടുതല കിട്ടുന്നത് പോലെ ആ തലവേദന കാണുന്നില്ല. അന്നേരം ഞാൻ ഓർത്ത് ശരി അടുത്ത ദിവസം നോക്കാം ആ തലവേദന വരുന്നുണ്ടോ എന്ന് നോക്കി. അടുത്ത ദിവസം നോക്കി ആ തലവേദന ഇല്ല. ഇന്നിപ്പം സിസ്റ്ററെ 33 വർഷമായി ആ തലവേദന എനിക്ക് വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അന്നേരം എനിക്ക് ദൈവത്തിനോട് അടുക്കണമെന്നുള്ള ഒരു മനസ്സിൽ ഈ ദൈവം സത്യമുള്ള ദൈവമാകുന്നല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിനോട് നമുക്കൊന്ന് അടിക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലെ തീരുമാനമെടുത്തു. ഈ ദൈവത്തിനെ എനിക്ക് വേണം, ഈ ദൈവത്തിനെ എനിക്ക് അറിയണം, ഈ ദൈവം എൻ്റെ ജീവിതത്തിൽ വരണമെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. അന്നേരം പിന്നെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ രക്ഷിപ്പിന്റെ അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട്. അന്നേരം ഞാൻ ഓർത്തു എപ്പോഴും ബൈബിൾ ഏത് സമയവും ബൈബിൾ വായിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്നതാ രക്ഷിപ്പിന്റെ അനുഭവം. എനിക്ക് ആരും പറഞ്ഞു തരാനില്ല. ഞങ്ങൾ കത്തോലിക്ക സഭയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നാ പിന്നെ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ആയിക്കോട്ടെ, ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കും, എപ്പോഴും പാട്ടുപാടി ദൈവത്തിനെ ആരാധിക്കും, എപ്പോഴും പ്രാർത്ഥിക്കും. ഈ ഒരു തീരുമാനം ഇങ്ങനെ എടുക്കുന്ന ഉടനെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ അലമാരിയുടെ മേലെ വെച്ചത് ഒരു ഫ്ലവർ വാഷ്. ആ ഫ്ലവർ വാഷ് താഴെ വീണു. ഉടനെ അത്രയും നാൾ വീഴാത്ത ആ ഫ്ലവർ വാഷ് താഴെ വീണു. എൻ്റെ 1.5 വയസ്സുള്ള മോൻ വന്നിട്ട് അത് എടുത്തുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നു. അന്നേരം എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ചിന്ത ഇങ്ങനെ വന്നു, ദൈവം നിന്നെ സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കുന്നു എന്നുള്ള ഒരു ചിന്ത എനിക്കുള്ളിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഹൃദയം അങ്ങ് ആഹ്ലാദിക്കാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു ആഹ്ലാദം. പിന്നെ ഞാൻ അതെടുത്ത് മേലെ വെച്ച് പിന്നെയും താഴെ വന്ന് പിന്നെയും മോൻ അത് കൊണ്ടുവച്ചു. അപ്പൊ ദൈവം എന്നെ സ്വർഗരാജ്യത്തിലേക്ക് ഇങ്ങനെ പിന്നെ എന്നെയും ദൈവരാജ്യത്തിലേക്ക് വിളിക്കുന്നു എന്നുള്ള ഒരു അനുഭൂതി എനിക്കുള്ളിൽ വന്നപ്പോഴേ എൻ്റെ ഹൃദയം അങ്ങ് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ ദൈവത്തിനെ തേടാൻ തുടങ്ങി. എൻ്റെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങുന്ന സമയമല്ലാതെ എപ്പോഴും എന്നേരവും ഞാൻ ആരാധിക്കും. എനിക്ക് ഒത്തിരി പാട്ടൊന്നും അറിയത്തില്ല. അമ്മച്ചി ചെറിയ നാളുകൾ ഇങ്ങനെ പാടി കാണിച്ചിട്ടുള്ള 3-4 പാട്ടൊക്കെ അറിയത്തുള്ളൂ. അതെല്ലാം എപ്പോഴും ഞാൻ പാടിക്കൊണ്ടിരിക്കും. സമയം കിട്ടുമ്പോഴെല്ലാം പിന്നെ ബൈബിൾ വായിക്കും. പിന്നെ എനിക്കറിയത്തില്ല കൂടുതൽ പ്രാർത്ഥന, എന്നാലും എനിക്കറിയാവുന്ന ആ പ്രാർത്ഥനകളെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും 24 hours എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന സമയം, ഉറങ്ങുമ്പോഴും ദൈവാത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്കറിയാം. അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനുള്ളിൽ ഞാൻ കടന്നു വന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ളിൽ ഞാൻ കടന്നു വന്നു. അപ്പൊ ഞാൻ എപ്പോഴും ഫയർ ആയിരിക്കും. അപ്പൊ എനിക്ക് ചില സമയങ്ങളിൽ ഞാനൊരു കരിയില പോലെ ആകുന്നതും ദൈവത്തിന്റെ പ്രസന്നം എന്നെ മൂടുന്നതും പല സമയങ്ങളിൽ എന്നുമേ ഇത് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്കുണ്ട്. എനിക്ക് ഒട്ടും കട്ടിയില്ലായിരിക്കും, എനിക്ക് വെയിറ്റ് ഇല്ലായിരിക്കും, ഞാനൊരു തീരെ വെയിറ്റ് ഇല്ല, പക്ഷെ ദൈവപ്രസന്നം എന്നെ മൂടിയിരിക്കുന്ന പോലെ എനിക്ക് ഒരനുഭവം. അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ നാട്ടിലേക്ക് കടന്നുപോയപ്പോൾ അമ്മച്ചി അവിടെ ഉണ്ട്. അന്നേരം വാഷിംഗ് മെഷീനിൽ വൈകുന്നേരം സമയം കറണ്ട് ഇല്ല, വാഷിംഗ് മെഷീന് തുണിയെല്ലാം കിടപ്പുണ്ട്. അന്നേരം ഈ തുണിയെല്ലാം പിന്നെ ഈ വെള്ളമെല്ലാം അങ്ങോട്ട് വാഷിംഗ് മെഷീൻ വെള്ളമെല്ലാം അങ്ങോട്ട് കളയാൻ വേണ്ടി അങ്ങോട്ട് തുറന്നിട്ടപ്പോഴത്തേക്ക് കറണ്ട് പോയി. അന്നേരം ഈ വെള്ളം വന്നിട്ട് ഈ ഹോളിൽ നിന്ന് ഈ വെള്ളം വെളിയിലോട്ട് പോകുന്നില്ല. അന്നേരം ഈ നോക്കിയപ്പോൾ ഒരുപാട് കരിയില വന്നിട്ട് ഈ പുറവശത്തെ ബാത്റൂമിൽ ഒരുപാട് കരിയില ഇങ്ങനെ കിടക്കുന്നു, റബ്ബറിന്റെ കരിയില. അന്നേരം ഞാൻ അതെല്ലാം എടുത്തിട്ട് വാരി ഒരു സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചു. അന്നേരം ഏതാണ്ട് കമ്പ് ഇങ്ങനെ ഈ ഹോളിനുള്ളിൽ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ കമ്പെല്ലാം ഞാൻ ഒരുപാട് വലിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കമ്പ് ഏതാണ്ട് ഒരു എലാസ്റ്റികത ഉള്ളതുപോലെ, ഒരു വഴുവഴുപ്പുള്ളത് പോലെ എനിക്ക് തോന്നി. അന്നേരം ഞാൻ ഓർത്തു ഈ സോപ്പിന്റെ ഒക്കെ ഇതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കമ്പ് മറുപടിയും വേദനിച്ചു. പിന്നെ കുറെ കൂടി ഇങ്ങനെ വലിച്ചപ്പോഴത്തേക്ക് ആ കമ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ മാറ്റുകയാണെങ്കിൽ മാറുന്നത് പോലെ എനിക്ക് തോന്നി. ഉടനെ ഞാൻ അതെല്ലാം ഫുള്ളായിട്ട് വലിച്ചിട്ടിട്ട് ഞാൻ ഉള്ളിൽ പോയി ടോർച്ച് അടിച്ചുകൊണ്ട് വന്നിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു അണലിപ്പാമ്പ്. ആ പാമ്പിനെ അത്രയും നേരം ഞാൻ വലിച്ചിട്ടേക്കുന്നത്. ദൈവം തമ്പുരാന്റെ കൃപ. ഞാൻ എന്നുണ്ടെങ്കിൽ ഫയർ ആയിരിക്കും, ദൈവത്തിനെ ആരാധിച്ചുകൊണ്ടായി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നത്. അപ്പൊ ദൈവപ്രസന്ന എന്നെ എപ്പോഴും മൂടിയിരിക്കുക. എൻ്റെ ചുറ്റിനും ദൈവപ്രസന്നമായിരിക്കും എപ്പോഴും. ദൈവം അതിലിരുന്ന് എന്നെ വിടുവിച്ചു. പിന്നെ ആ പാമ്പിനെ അച്ചാച്ചൻ വന്ന് തല്ലിക്കൊന്നു. അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ ഒക്കെ ഞാൻ വന്നിട്ട് കടന്നുപോയി. അന്നേരം ഇങ്ങനെ പിന്നെ യേശുക്രിസ്തുവിനെ സേവിയറായിട്ട് അക്സെപ്റ്റ് ചെയ്തു. യേശുക്രിസ്തു എന്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആരാധിച്ചോണ്ടിരിക്കുകയല്ലേ, ഞാൻ എപ്പോഴും ഇങ്ങനെ ആരാധിച്ചോണ്ട് ദൈവത്തിന് 1 മിനിറ്റ് കൂടെ എന്നിൽ നിന്ന് മാറ്റി നിർത്തുകയില്ല. ഞാൻ
അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ. ആരോട് ഞാൻ പിന്നെ എന്റെ അടുത്ത് പുതിയതായിട്ട് ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സുവിശേഷം അറിയിക്കാതെ വിടുകയില്ല. അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പൊ അമ്മച്ചിയൊക്കെ എന്നോട് പറഞ്ഞു, മോളെ നീ ജ്ഞാനസ്നാനം എടുക്കണമെന്നും പറഞ്ഞോട്ട്. ഞാൻ പിന്നെ എന്റെ അനിയത്തിയും പറഞ്ഞു ജ്ഞാനസ്നാനം എടുക്കണമെന്നും പറഞ്ഞോണ്ട്. അപ്പൊ ഈ ജ്ഞാനസ്നാനം എന്തുവാ, എനിക്ക് ഒരു പെന്തിക്കോസ്ത് പാസ്റ്റേഴ്സിനെ അറിയത്തില്ല. ക്വാർട്ടേഴ്സിലെ എനിക്ക് അറിയാവുന്ന ആകപ്പാടെ എനിക്ക് ശരിക്കുള്ള തമിഴ് ആ സമയത്ത് അറിയത്തില്ല. പിന്നെ അന്നേരം ഞാൻ ആരോട് പോയി ചോദിക്കാനാ, എവിടെ പോയി പെന്തിക്കോസ്ത് പാസ്റ്റേഴ്സിനെ അന്വേഷിക്കാനാ എന്നും പറഞ്ഞിട്ട് ഞാൻ എന്നോടത്തു മേലത്തെ നിലയിലായിരുന്നു ഞങ്ങളുടെ പിന്നെ വീട്. അപ്പൊ ഒരു ഡ്രമ്മ്, പിന്നെ വലിയ ഡ്രം ഉണ്ടായിരുന്നു. അന്ന് മേളി വെള്ളം കരത്തോണ്ട് താഴേന്ന് വേണം വെള്ളം എടുത്തോണ്ട് പോകാന്. അപ്പൊ ഈ വെള്ളം വരുമ്പോൾ താഴേന്ന് കുടത്തിലെ വെള്ളം എടുത്തോണ്ട് പോയി ആ ഡ്രമ്മിനകത്ത് ഫുള്ളായിട്ട് ഞാൻ നിറച്ചിട്ട് ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് ബെന്തിക്കോസ്ത് പാസ്റ്റേഴ്സിനെ അറിയത്തില്ല, ബെന്തിക്കോസ്തുകാരെ ജ്ഞാനസ്നാനം തരത്തുള്ളൂ, എവിടെ ഉണ്ട് ചർച്ച എന്നുള്ളത് എനിക്കറിയത്തില്ല, അതുകൊണ്ട് നീ എനിക്ക് ജ്ഞാനസ്നാനം താ എന്നും പറഞ്ഞിട്ട് ബാത്റൂമിൽ പോയി നിന്നു. ആ ഡ്രമ്മിനകത്ത് ഫുള്ള വെള്ളം നിറച്ചിട്ട്. അന്നേരം എൻ്റെ ഹൃദയത്തില് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇതിനു വേണ്ടിയാ ഞാൻ അപ്പോസ്തലറുകളെയും പിന്നെ സുവിശേഷകരെയും മേയ്പ്പറുകളെയും എല്ലാം ഏർപ്പെടുത്തി വെച്ചിരിക്കുന്നത് മോളെ, ഞാൻ ഇതിനു വേണ്ടിയാന്നുകൊണ്ട് എനിക്കൊരു ശബ്ദം. അന്നേരം ഞാൻ കേട്ട്, ഞാൻ ഇവിടെ ഉണ്ട്, എനിക്കൊരു അപ്പോസ്തലനെ അറിയത്തില്ല, എനിക്കൊരു സുവിശേഷനെ അറിയത്തില്ല, എനിക്കൊരു പാസ്റ്ററിനെ അറിയത്തില്ല, നീ ഇപ്പൊ ഇതിനു വേണ്ടിയാ എനിക്ക് ഏർപ്പെടുത്തി വെച്ചിരിക്കുന്നെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എവിടെ പോയി എങ്ങനെ അന്വേഷിക്കും എന്നും പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയി. അവിടെ നിന്ന് ഞാൻ കരഞ്ഞിട്ട് ഞാൻ ബാത്റൂമിൽ നിന്ന് വെളി വന്നപ്പോഴത്തേക്ക് പിന്നെ കതവ് മുട്ടുന്ന ഒരു ശബ്ദം, കഥ ഇങ്ങനെ തട്ടുന്ന ഒരു ശബ്ദം. ഞാൻ പോയി നോക്കിയപ്പോ അപരിചിതമായ ഒരു മനുഷ്യന്. അന്നേരം ഞാൻ ഓർത്ത് നിങ്ങൾ ആരാ എന്നും പറഞ്ഞപ്പോ പിന്നെ ആ സഹോദരൻ പറയുവാ, മോളെന്ന് എന്നെ വിളിച്ചത്, മോളെ ഞാനൊരു പാസ്റ്ററാ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ആ ബാത്റൂമിൽ ഇങ്ങനെ ഇറങ്ങി വന്ന ഉടനെ പോയി കഥ തുറന്നു, തട്ടുന്ന ശബ്ദം കേട്ടോണ്ട്. മോളെ ഞാനൊരു പാസ്റ്ററോ എന്നും പറഞ്ഞിട്ട് എനിക്ക് സന്തോഷം എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. ഞാൻ അങ്ങ് ചാടുകാരുന്നു, അങ്ങ് തുള്ളി അങ്ങ് ചാടുകാരുന്നു. എന്നിട്ട് പാസ്റ്ററോ, എന്നിട്ട് ആദ്യമേ ഞാൻ ചോദിച്ചു, പാസ്റ്റർ എനിക്ക് ജ്ഞാനസ്നാനം തരുമോ? ആദ്യമേ ഞാൻ ചോദിച്ചതാ. വീടിനകത്ത് വരാൻ പറഞ്ഞില്ല, ഇരിക്കാൻ ഒന്നും പറഞ്ഞില്ല. പാസ്റ്റർ എനിക്ക് ജ്ഞാനസ്നാനം തരുമോ? മോളെ ഇതിനല്ല ഞങ്ങളെയൊക്കെ ദൈവം തമ്പുരാൻ ഏർപ്പെടുത്തി വെച്ചേക്കുന്നത്, മലയാളത്തിൽ പറയുക. അന്നേരം ഞാൻ ഓർത്തു, എന്നാ പാസ്റ്ററെ ഉള്ളിൽ വാ, അകത്ത് വാ, ചേറിലിരിക്ക എന്നും പറഞ്ഞോട്ട് ഞാൻ ചായ ഒക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ ഭർത്താവ് കത്തോലിക്കരാ, എൻ്റെ ഭർത്താവ് സമ്മതിക്കുകയല്ല ജ്ഞാനസ്നാനം എടുക്കാനോ വേറെ സഭയ്ക്ക് പോകാനോ എൻ്റെ ഭർത്താവ് സമ്മതിക്കുകയല്ല, അതുകൊണ്ട് പാസ്റ്റർ എനിക്ക് ജ്ഞാനസ്നാനം തരണം. എന്നുകൊണ്ടാണെങ്കിൽ ബൈബിളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ജ്ഞാനസ്നാനം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട്. പാസ്റ്റർ എനിക്ക് ജ്ഞാനസ്നാനം തരണം, പക്ഷെ ഞാൻ പള്ളി വരത്തില്ല, എനിക്കതിന് ഒക്കുകയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോ, മോളെ നീ ഇത്ര ഭയങ്കരമായിട്ട് വാഞ്ചയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ നിനക്ക് ജ്ഞാനസ്നാനം തരാം. പാസ്റ്റർ എങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ ക്വാർട്ടേഴ്സിന്റെ ലാസ്റ്റിൽ ഒരു വീട്ടിൽ ഞാൻ എപ്പോഴും വരും. ഇന്ന് നോക്കുകയാണെങ്കിൽ ആ വീട് അടച്ചു കിടക്കുന്നു. നോക്കിയാ എനിക്ക് അങ്ങനെ തോന്നി ഈ സൈഡിലോട്ട് വരണമെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നി. അന്നേരം ഞാൻ ഈ അടുത്തുള്ള വീടുകളിലെല്ലാം ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ക്രിസ്ത്യൻസ് ഭവനം ഉണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോ ഈ വീടാ ദൈവം എനിക്ക് ഈ വീട്ടിൽ ക്രിസ്ത്യൻസ് എന്നിട്ട് അവർ പറയും. അങ്ങനെ ഞാൻ വന്നതെന്നും പറഞ്ഞിട്ട് പാസ്റ്റർ പറയുന്നു. അപ്പൊ ശരി പാസ്റ്റർ എനിക്ക് ജ്ഞാനസ്നാനം തരണമെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ ഡേറ്റ് എല്ലാം ഞങ്ങൾ കുറിച്ചു. അപ്പോൾ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഞാൻ ജ്ഞാനസ്നാനം എടുക്കുന്നു. പുള്ളിക്കാരൻ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ഞാൻ അടുത്തുള്ള ഒരു ഹിന്ദു ഒരു സ്ത്രീ അതിനുള്ളിലെ രക്ഷിപ്പിന്റെ അനുഭവത്തിലേക്ക് ദൈവത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ഞാൻ ആ അക്കായോട് പറഞ്ഞു, അക്കാന്നാ ഞങ്ങളെ വിളിക്കുന്നത്, അക്കായോട് പറഞ്ഞു നമുക്ക് ജ്ഞാനസ്നാനം വേണം, നമുക്ക് പോയി ജ്ഞാനസ്നാനം എടുക്കാമെന്ന്. അപ്പൊ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 40 കിലോമീറ്റർ മാറിയ ഈ പാസ്റ്ററിന്റെ സ്ഥലം. എനിക്ക് ഞങ്ങളന്ന് ഊട്ടിയിലായിരുന്നു, ഊട്ടിയിലുള്ള ഒരു സ്ഥലവും എനിക്കറിയത്തില്ല. അപ്പൊ ഞങ്ങൾ എങ്ങനെങ്കിലും ഇത് കണ്ടുപിടിച്ചു പോകണം, ഈ അക്കായും എനിക്ക് കൂട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അക്കായും എല്ലാം വിളിച്ച് അക്കായൊക്കെ റെഡി ആയപ്പോഴത്തേക്ക് അക്കായുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു. പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അന്ന് ഫോണില്ലല്ലോ, ഒന്ന് വിളിച്ചു പറയാം. എനിക്ക് ആകപ്പാടെ സങ്കടമായി വെപ്രാളമായി, അയ്യോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആകപ്പാടെ കിടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കാണ് എൻ്റെ ഭർത്താവ് വരുന്നു. ഭർത്താവ് വന്നിട്ട് പുള്ളിക്കാരൻ എന്താ പറഞ്ഞു, ഞാനും വരുവാ ജ്ഞാനസ്നാനം എടുക്കാനെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ യൂണിഫോം എല്ലാം ഊരി വെച്ചിട്ട് വേറെ ഡ്രസ്സും എടുത്തോണ്ട് എൻ്റെ കൂടെ വന്നു. പുള്ളിക്കാരൻ കൂടെ ഉള്ളപ്പോ എനിക്ക് എങ്ങും പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ സ്ഥലത്ത് പുള്ളിക്കാരൻ എൻ്റെ കൂടെ വന്ന് ആ ഒരു ദിവസം ലീവ് ഇട്ടിട്ട് വന്ന് ആദ്യമേ ജ്ഞാനസ്നാനം എടുക്കാൻ വേണ്ടി ആദ്യമേ ജ്ഞാനസ്നാനം എൻ്റെ ഭർത്താവിനാ കൊടുത്തത്. അവര് അങ്ങനെ
ജ്ഞാനസ്നാനം എടുത്ത് വീട്ടിൽ വന്നതിന് ശേഷം നോക്കിയ പുള്ളിക്കാരൻ ചർച്ചയിൽ വരത്തില്ല, എനിക്ക് ചർച്ചോട്ട് അറിയത്തുമില്ല. അപ്പൊ ഞാൻ പിന്നെ അടുത്തുള്ള ഒരു സ്ത്രീയോട് ചോദിച്ചു. അതിന്റെ ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ വഴി വെച്ച് ഒരു പാസ്റ്ററിനെ കണ്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാസ്റ്റർ പറഞ്ഞു ഞങ്ങളുടെ ചർച്ചയിൽ വരാം. പക്ഷെ ഞാൻ ജ്ഞാനസ്നാനം എടുത്ത OBC ചർച്ച് എന്നും പറഞ്ഞിട്ട് ഓപ്പൺ ബൈബിൾ ചർച്ച് ഓഫ് ഗോഡ്, ആ ചർച്ചിലത്തെ ഒരു പാസ്റ്റർ, കുന്നൂരുള്ള ഒരു പാസ്റ്റർ എനിക്ക് ജ്ഞാനസ്നാനം തന്നത്. ഈ പിന്നെ ഞങ്ങൾ ഇടയിൽ ഈ റോഡിൽ വെച്ച് കണ്ട പാസ്റ്ററും ഈ OBC ചർച്ചിലത്തെ പാസ്റ്ററാണ്, വേറൊരു ഊട്ടിയിലത്തെ ബ്രാഞ്ച് സഭയിലത്തെ ഒരു പാസ്റ്ററാണ്. അന്നേരം ആ പാസ്റ്റർ പറഞ്ഞു ആ സ്ഥലത്താ ഉള്ളത്, പള്ളി വാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു. അന്നേരം പള്ളി വാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചപ്പം എനിക്കറിയത്തില്ല അവിടെ പോകാൻ വേണ്ടി, എനിക്ക് പുള്ളിക്കാരനോട്ട് വരത്തുമില്ല. അന്നേരം അടുത്തുള്ള പുള്ളി രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടതാണോ അതോ പുള്ളി ദൈവവചനം മനസ്സിലാക്കി സ്നാനപ്പെട്ടതാണോ? വചനം അറിഞ്ഞ് സ്നാനപ്പെട്ടു എന്നൊന്നും പറയാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു, സ്നാനത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതെന്തോ അന്ന് സ്നാനപ്പെടണമെന്ന് പറഞ്ഞിട്ട് അതുവരെ എനിക്ക് അറിയത്തില്ല. ആ വരുന്ന നിമിഷം വരെ എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ പോകുന്നു എന്നുള്ളത് പുള്ളിക്കാരനോട് പറഞ്ഞു. ആ സമയം ഈ അക്കായിക്ക് തടസ്സവുമായി ആ പുള്ളിക്കാരൻ എന്റെ ഭർത്താവ് ലീവ് എടുത്ത് വരുകയും ചെയ്തു. പക്ഷെ എന്തോ ഒരു വിശ്വാസ ജീവിതത്തിനുള്ളിൽ വരണം, എന്താണെന്ന് അറിയത്തില്ല. ദൈവം എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. വന്ന് സ്നാനപ്പെട്ടു. വന്നതിന് ശേഷം ഞങ്ങള് എന്നും രാവിലെ 7 മണിയാകുമ്പം ഞാനും എൻ്റെ ഭർത്താവും കൊച്ചുങ്ങളും കൂടെ RC സഭയ്ക്ക് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അന്നേരം പിന്നെ ഞാൻ സ്നാനമെടുത്ത് വന്നതിന് ശേഷം പിന്നെ എൻ്റെ ഭർത്താവ് തന്നെ 7 മണിയാകുമ്പോൾ RC ചർച്ചിലോട്ട് പോകും. ഞങ്ങൾക്ക് 10 മണിക്ക് ആരാധന. അപ്പൊ ഞാൻ അടുത്തുള്ള പിന്നെ ഒരു പെണ്ണിനോട് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞു എന്നോട്, ഞാൻ വന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച എന്നെ കൊണ്ടുവന്ന് ആ സഭ കാണിച്ചു തന്നിട്ട് വന്നു. പിന്നെ അടുത്ത ആഴ്ച തൊട്ട് ഞാനും പിള്ളേരും തന്നെ പോകും. അപ്പം പുള്ളിക്കാരൻ പിന്നെ RC ചർച്ച് കഴിഞ്ഞിട്ട് 10 മണിയാകുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരും. ഞങ്ങൾ 10 മണിയാകുമ്പോൾ അങ്ങോട്ട് പോകും. അപ്പൊ വഴി വെച്ചെല്ലാം ഞാൻ കരയും, കർത്താവെ ഇത്രയും നാൾ ഞങ്ങൾ കുടുംബമായി പോയി നിന്നെ ആരാധിച്ചു, ഇപ്പൊ ഞാനും പിള്ളേരും തന്നെ ആയല്ലോ ദൈവമേ, എൻ്റെ ഭർത്താവിനെയും കൊണ്ടുവരണേന്നും പറഞ്ഞുകൊണ്ട് ഞാൻ 6 മാസം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. 6 മാസം രാവിലെ ഒന്നും കഴിക്കാതെ ഫാസ്റ്റിംഗ് ഇരുന്ന് പുള്ളിക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നോക്കി 6 മാസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭർത്താവ് എന്നോടുകൂടെ ചർച്ചിൽ വന്നു. അപ്പൊ ഞങ്ങൾ കുടുംബമാക്കി. വെള്ളം കുടിക്കട്ടെ. അപ്പൊ ഞങ്ങൾ കുടുംബമായി ചർച്ചിൽ പോകുന്ന ഒരു സന്ദർഭത്തെ ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിക്കൊണ്ട് ആ സമയം ഈ ക്രൈംബ്രാഞ്ചില് ഈ PV എന്ന് പറഞ്ഞ ഒരു സെക്ഷനില് എൻ്റെ ഭർത്താവിനെ പിന്നെ മാറ്റി. അന്നേരം അത് പക്ഷെ എല്ലാം രക്ഷിപ്പിന്റെ അനുഭവം അല്ല, ദൈവത്തിനെ വിളിക്കുന്നുണ്ട്, പിന്നെ ജ്ഞാനസ്നാനം എടുത്ത് എല്ലാം ചെയ്തു. പക്ഷെ ഓരോ ദിവസവും 1000കണക്കിന് പൈസ ഞങ്ങളുടെ വീട്ടിൽ വരും. എന്താ എൻ്റെ ഭർത്താവ് ഈ കൈക്കൂലിയൊക്കെ വാങ്ങിക്കുന്നത് വരും. അപ്പൊ ആ സമയത്ത് ഈ പീവിങ്ങിലായപ്പോ ഈ ബ്രാൻഡി ഷോപ്സ് നിറയെ, കുട്ടിയിലത്തെ എല്ലാ ബ്രാൻഡി ഷോപ്സിലിരുന്ന് മാസമായിട്ടുണ്ടെങ്കിൽ ഒരു എമൗണ്ട് പോലീസുകാർക്ക് കൊടുക്കണം എന്നുള്ള ഒരിതുണ്ടായിരുന്നു. പിന്നെ കള്ളച്ചാരായം കാച്ചുന്നത്. അപ്പൊ എല്ലായിടത്തു നിന്നും ഞങ്ങളുടെ വരുമാനത്തിന് മേലെ 1000കണക്കിന് പൈസ വന്നിട്ട് വീട്ടിൽ വരും. അന്നേരം ഞാൻ എന്ത് കൊടുക്കും? എല്ലാം എടുത്ത് എൻ്റെ അടുത്ത് ആ പുള്ളിക്കാരൻ കൊണ്ട് തരുന്നത്. അന്നേരം ഞാൻ എന്ത് കൊടുക്കും? പിന്നെ ഈ പൈസ എല്ലാം വെച്ച് പ്രാർത്ഥിച്ചിട്ട് അതിന്റെ ദശാംശം മാറ്റി ആലയത്തിൽ കൊണ്ടിടും. അന്നേരം പിന്നെ ഒരു 3-4 മാസം ഇങ്ങനെ കുറെ നാൾ ഇങ്ങനെ കഴിഞ്ഞ ഉടനെ ഒരു പ്രാവശ്യം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു, ഈ ശാപമായ പൈസ വന്നിട്ട് എൻ്റെ ആലയത്തിൽ കൊണ്ടുവരാതെ നീ എന്നും പറഞ്ഞിട്ട് ദൈവം സംസാരിച്ചു. അന്നേരം ഇപ്പൊ ശമ്പളം വെച്ചിട്ട് അന്നൊക്കെ വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ലല്ലോ പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റില്. പിന്നെ അപ്പൊ ഈ ഭയങ്കരമായ ഈ പൈസ വേഗം അങ്ങോട്ടൊന്ന് വിടാനാ നമുക്കൊരു ബുദ്ധിമുട്ട്. ദൈവം തമ്മിൽ സംസാരിച്ച ഉടനെ വിടാൻ ഒരു ബുദ്ധിമുട്ട്. അന്നേരം എൻ്റെ ആലയത്തിൽ നീ പൈസ കൊണ്ടുവരാതെ എന്നും പറഞ്ഞുകൊണ്ട് ദൈവം സംസാരിച്ചു. എനിക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടായി. അന്നേരം ദൈവമേ, നിന്റെ ആലയത്തിൽ വരാതെ ഇത് ശാപക്കേടാന ഒരു പൈസ ആണെങ്കിൽ ഈ ശാപത്തെ അല്ല ഞങ്ങളും
തേടി വെക്കുന്നത് വീട്ടില്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് അനുഗ്രഹമല്ലല്ലോ, അത് ശാപമായിട്ടല്ലേ മാറുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു. ഞാൻ പക്ഷേ എൻ്റെ ഹൃദയത്തെ ട്രെയിൻ ചെയ്തു, ഉപവാസിച്ചും പ്രാർത്ഥിച്ചും ട്രെയിൻ ചെയ്ത് മുഴങ്കാലിൽ നിന്നിട്ട് ഞാനത് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിനുള്ളിൽ ഞാൻ എത്തി. എത്ര തുച്ഛമായ ശമ്പളമാകുന്നെങ്കിലും ദൈവം ഞങ്ങളെ നടത്തുന്നതിന് പിന്നെ ഒരു സർവശക്തനായ ഒരു ദൈവമാണ് കൂടെ ഉള്ളത്. ആ ദൈവം എങ്ങനെ നടത്തുന്നു അതുപോലെ മതി എന്നും പറഞ്ഞിട്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. നോക്കിയാൽ എൻ്റെ ഭർത്താവിനോട് ഇത് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഇത് സ്വീകരിക്കുമോ, ഇത് എങ്ങനെയാ എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പുള്ളിക്കാരന് വേണ്ടിയും ഉപവാസമായിരുന്നു, പ്രാർത്ഥിച്ചിട്ട് പിന്നെ എൻ്റെ ഭർത്താവ് വന്ന് തന്നെ പറഞ്ഞു, ഇത് ശാപമായ ഒരു പൈസ എന്ന് പറഞ്ഞിട്ട് ദൈവം തമ്പുരാൻ സംസാരിക്കുന്നു, ഈ പൈസ ഇനി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുടനെ പുള്ളിക്കാരൻ അത് സ്വീകരിച്ചു. ആ വാർത്ത അത് ഏറ്റുകൊണ്ട് അന്ന് തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഈ പൈസ വന്നിട്ടില്ല. ഉള്ള പൈസ ദൈവത്തിൻ്റെ അനുഗ്രഹമോ ആശീർവാദത്തെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ട് ബൈബിളിലെ വാർത്തയുണ്ട്. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിനുശേഷം വാളയാറ് പല ചെക്ക് പോസ്റ്റില് ഭയങ്കര ഒത്തിരി ലക്ഷക്കണക്കിന് പൈസ കിട്ടുന്ന സ്ഥലത്താണ് പുള്ളിക്കാരന് ജോലി വരുന്നത്. പക്ഷെ ഈ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. പക്ഷെ ഇതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ കോടികൾ സമ്പാദിച്ച് ഒരുപാട് സ്ഥലങ്ങളും വീടുകളും ഒക്കെ വാങ്ങിച്ചാൽ അത് ഞങ്ങളുടെ മക്കൾക്കൊരു അനുഗ്രഹമാകുകയില്ല. ദൈവം ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നതിന് ശക്തനാ. ദൈവത്തിന്റെ അനുഗ്രഹം എങ്ങനെ വരുന്നു അത് മതി. അതുപോലുള്ള ഒരു അനുഗ്രഹം മതി, വേറൊരു അനുഗ്രഹം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഒരു കടവുമില്ല, കൂടുതലായിട്ടൊന്നും ചേർത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ കടമില്ലാതെ ഒരു ജീവിതം ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് തന്നു. റിട്ടയർഡ് ആകുന്നത് വരെ സത്യസന്ധമായി ദൈവസാന്നിധ്യം നിലനിൽക്കുവാൻ വേണ്ടി ദൈവം ഞങ്ങളെ സഹായിച്ചു. പിന്നെ ഞാൻ എന്നെ കൊണ്ട് ഒക്കുന്ന പിന്നെ മിനിസ്ട്രീസ് എല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യാൻ തുടങ്ങി. വില്ലേജിൽ മിനിസ്ട്രി, സൺഡേ ക്ലാസ്, പിന്നെ ഞങ്ങളുടെ ചർച്ചിൽ തന്നെ ഒരു 10-20 പേരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് പിന്നെ ആശുപത്രിയിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി അവർക്കെല്ലാം സുവിശേഷം അറിയിച്ച് ഞങ്ങൾ തന്നെ ട്രാക്സ് എഴുതി അടിച്ച് എല്ലാം കൊണ്ടുവിതരണം ചെയ്ത് അങ്ങനത്തെ ഒരുപാട് മിനിസ്ട്രീസ് ഒക്കെ ചെയ്യുവാൻ വേണ്ടിയുള്ള ഭാഗ്യമൊക്കെ ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. എൻ്റെ മിനിസ്ട്രീസിൽ ഞാൻ 1-2 സാക്ഷി പറയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു ദിവസം പിന്നെ ഞാൻ താളിയൂർ എന്ന ഒരു ഗ്രാമത്തിൽ, ഒരു വില്ലേജിൽ ഞാൻ 5 ഗ്രാമങ്ങൾ ഞാൻ അനേകം പേരെ ഞങ്ങളുടെ ചർച്ച വന്നിട്ട് ഒരു 10,000-2,000 പേരുള്ള വലിയൊരു ചർച്ച. അപ്പൊ ആ ചർച്ചയിൽ നിന്ന് നമുക്ക് പിന്നെ ആരെ വിളിച്ചാൽ മിനിസ്ട്രിക്ക് വേണ്ടി നമുക്ക് ആളുകളെ കിട്ടാൻ നമുക്ക് പഞ്ഞമില്ല. അപ്പൊ ഒരു മിനിസ്ട്രി ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അറിവ് കിട്ടിയ ഉടനെ പിന്നെ ഒത്തിരിയും പേരെ അവരായിട്ട് എന്നോട് ഒന്ന് ചോദിച്ചു, ചേച്ചി ഞങ്ങളും വരട്ടെ എന്ന്. അപ്പൊ വരുന്നവരെല്ലാം കൂടെ കൂട്ടും, വരുന്നവരെല്ലാം പോരെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഒരു 5 ഗ്രാമങ്ങളില് ഞങ്ങള് പിന്നെ ഒരേ ടൈമില് 5 ഗ്രാമങ്ങളിൽ നമ്മൾ സെപ്പറേറ്റ് ഓരോരുത്തരെ പിരിച്ചു വിടും. ഞങ്ങൾ പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു വരും, തിരിച്ചെല്ലാവരും ഒന്നിച്ചു വരും. പക്ഷെ 5 ഗ്രാമങ്ങൾ ഒരേ സമയം മിനിസ്ട്രി നടക്കും. അങ്ങനെ അപ്പൊ ഞങ്ങൾ താളിയൂർ എന്ന ഒരു പിന്നെ ഗ്രാമത്തിൽ പോയി. അന്നേരം പിന്നെ ഞങ്ങൾ ആദ്യമേ മിനിസ്ട്രി ഒക്കെ ചെയ്യുമ്പോൾ ഒരു വയസ്സായ ഒരമ്മ, ഒരു 60-70 വയസ്സ് കാണുമായിരിക്കും. ആ അമ്മ എപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓടി വരും. അപ്പൊ എനിക്ക് 2 മാസം ഗ്രാമത്തിൽ പോകാൻ തക്കവണ്ണമുള്ള ഒരു സിറ്റുവേഷൻ കിട്ടിയില്ല. ഞാൻ എന്നിട്ട് ഈ 2 മാസം കഴിഞ്ഞിട്ട് ആ ഗ്രാമത്തിലേക്ക് ചെന്ന് ഈ അമ്മയെ കാണാൻ പറഞ്ഞിട്ട് ചെറിയ കുടിലുകളായിരിക്കും, ഒരുപാട് വീടുകൾ കാണും, ചെറിയ കുടികൾ, പാവപ്പെട്ട ജനങ്ങള്. അങ്ങനെ ഈ അമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഓടി ചെന്നപ്പോ അമ്മ അവിടെ കാണാനില്ല. അന്നേരം ഞാൻ അടുത്തുള്ളവരോട് ചോദിച്ചപ്പം പറഞ്ഞു അമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നും പറഞ്ഞോണ്ട്. അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോഴേ ആ അമ്മയെ ലാസ്റ്റ് സ്റ്റേജായി വീട്ടിൽ കൊണ്ടുപോകുന്നു പറഞ്ഞോണ്ട് അമ്മയെ പിന്നെ വീട്ടിലേക്ക് അയച്ചു. ആംബുലൻസ് വന്ന് ഇറക്കി അമ്മയെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അന്നേരം ഞാൻ ഓടിച്ചെന്നു. ഈ അമ്മയുടെ അടുത്ത് ഓടിച്ചെന്നപ്പോഴത്തേക്ക് അമ്മയുടെ ലാസ്റ്റ് സ്റ്റേജല്ലേ, ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഹിന്ദുസ്, ആരും ഇല്ല രക്ഷിക്കപ്പെട്ട ജനങ്ങൾ. അന്നേരം ഞങ്ങൾ പറഞ്ഞു 1-2 പേര് ഇങ്ങനെ ദൈവസ്ഥാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഗ്രാമത്തിലുള്ള ഒരു 100 പേർക്ക് മേലെയെ പിന്നെ ആ അമ്മയുടെ ലാസ്റ്റ് സ്റ്റേജ് മരിക്കാൻ പോവാണെന്ന് 100 പേരിന് മേലെ വന്ന് കൂടി അവിടെ. അപ്പൊ ഞാൻ അമ്മയുടെ മുന്നിൽ പോയി നിന്നു. അപ്പൊ ദൈവാത്മാവ് എനിക്കുള്ളിൽ പറയുക, ആ അമ്മയുടെ കയ്യില് കാലില് പിന്നെ എല്ലായിടത്തും കറുപ്പ് ചേർ ഇങ്ങനെ കെട്ടി കയ്യില് 3-4 കാണും, അങ്ങനെ കെട്ടി വെച്ചേക്കുക. അന്നേരം ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ കയറെല്ലാം അഴിച്ചു മാറ്റാൻ വേണ്ടി ഈ അമ്മയോട് പറയല്ല. അപ്പൊ ഞാൻ അന്നേരം ആ പാട്ടിയമ്മയോട് ചോദിച്ചു, അമ്മ നിങ്ങളുടെ ശരീരത്തിലുള്ള ആ കറുപ്പ്
അപ്പൊ കയറെല്ലാം ഒന്നും മാറ്റാമോ എന്നും പറഞ്ഞോണ്ട്. അന്നേരം ആ മരിക്കാൻ കിടക്കുന്ന അമ്മ പിന്നെ അടുത്തുള്ളവരോട് പറഞ്ഞു എന്റെ ശരീരത്തിലുള്ള കയറെല്ലാം അഴിച്ചു മാറ്റെന്നും പറഞ്ഞോണ്ട്. അന്നേരം ഈ അടുത്തുള്ള അവരുടെ റിലേഷൻ എന്നോട് ഈ അമ്മ പറയുന്നല്ലോ എന്നും പറഞ്ഞോണ്ട് എല്ലാം അവർക്കൊരു പേടി, എന്നോടൊരു ദേഷ്യവും എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും സാറേ എല്ലാം ലാസ്റ്റ് സമയമല്ല, ഈ അമ്മ എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കണമെന്ന് പറഞ്ഞിട്ട് കയറെല്ലാം അവർ അഴിച്ചു മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു പിന്നെ ഫാത്തിമ ഇങ്ങനെ പറയണം, യേശു ക്രിസ്തുവേ എന്റെ പാപങ്ങളെ ക്ഷമിക്കണേ, എന്നെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകണേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണേ യേശുവേ എന്നും പറഞ്ഞുകൊണ്ട് പറയാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. ഉടനെ ആ അമ്മ അന്നേരം വരെ സംസാരിക്കാത്ത അമ്മ ഒരുപാട് ശബ്ദം ഉയർത്തി അങ്ങോട്ട് പറഞ്ഞു, യേശുവേ എന്റെ പാപങ്ങളെ ക്ഷമിക്കണേ, എന്നെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകണേ, എന്നെ നീതിമാനാക്കി മാറ്റണേ എന്നൊക്കെ പറഞ്ഞു. ഒരു 2 മിനിറ്റ് എന്നെ നോക്കി അമ്മയുടെ ശ്വാസവും നിന്നു, മരിച്ചുപോയി ആ അമ്മ. അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷൻ. അപ്പൊ വേറൊരു ഗ്രാമത്തിൽ ഞാൻ ചെന്നു. ഒരു വീട്ടിനുള്ളില് വന്നിട്ട് എന്നോട് കൂടെ വന്നവരെല്ലാം പിന്നെ സുവിശേഷങ്ങൾ അറിയിക്കുന്നുണ്ട്. പിള്ളേർക്ക് സൺഡേ ക്ലാസ് എടുക്കും. ഒരു 10-50 പിള്ളേർക്ക് മേലെ വരും സൺഡേ ക്ലാസ്സിന്. അപ്പൊ ഒരു ടീം വന്നിട്ട് സൺഡേ ക്ലാസ് നടത്തുന്നു, ഒരു ടീം വന്നിട്ട് ഉള്ളിലെ പ്രയർ സെൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വെളിയിൽ ഇറങ്ങി നിൽക്കുന്നവരോടൊക്കെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഒരാൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുടിച്ചിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞു ഈ ഗ്രാമത്തിനുള്ളിൽ വരാൻ? നിനക്ക് ആരാ ഇത് അലോ ചെയ്തത്? പിന്നെ നീ മതം മാറ്റാൻ വേണ്ടി വന്നേക്കുകയല്ലേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ ഗ്രാമത്തിലുള്ള കുറേ ആണുങ്ങളങ്ങ് ചേർന്നു, എനിക്ക് വിരോധമായിട്ട് അങ്ങ് ചേർന്നു. അപ്പൊ ഞാൻ എന്തോർത്തു, ഇവർ സംസാരിക്കുക ഇവരുടെ ഇടയിലൂടെ ബെതുക്കെ നടന്ന് ആ പിന്നെ ഈ സുവിശേഷം എല്ലാം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ആ വീട്ടിനുള്ളിൽ അങ്ങ് ചെന്ന് കയറി. പിന്നെ അവർ വന്നില്ല, ആ വീട് ക്രിസ്ത്യനായിരുന്നു. പിന്നെ അവരെ എന്നെ ഉപദ്രവിക്കാൻ വന്നില്ല. പിന്നെ ഞങ്ങൾ ആ ഗ്രാമത്തിലോട്ട് പോയിട്ടേ ഇല്ല. ഒരു 2 മാസം എതിർപ്പല്ലേ ഭയങ്കരമായിട്ട്, പോയിട്ടേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പം പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ആ ഗ്രാമത്തിൽ നിന്ന് ഒരു ഫോൺ എനിക്ക് വരുന്നു. അമ്മ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരാമോ എന്ന് ചോദിച്ചോണ്ട് ഞങ്ങൾ പ്രാർത്ഥന നടത്തി. ആ വീട്ടിലത്തെ ആ അമ്മ വന്നിട്ട് എന്നോട് ചോദിച്ചു. അപ്പൊ വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ വീടിന്റെ അഡ്രസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് വീട്ടിൽ വന്നപ്പോഴുണ്ടല്ലോ എന്നെ പിന്നെ ഈ തെറിയെല്ലാം വിളിച്ച് എന്നെ ഉപദ്രവിച്ച ഈ ആൾക്കാരെല്ലാം ഉണ്ട് കൂടെ, ഈ അമ്മയുണ്ട്. അന്നേരം ഞാൻ ഓർത്തു, ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരിക എന്നും പറഞ്ഞിട്ട് എനിക്ക് ആകപ്പാടെ പേടിയായി. എന്നെ കണ്ട ഉടനെ അയാൾ എന്തെടുത്തു, എന്റെ കാലിൽ താഴെ അങ്ങ് വീണു. അമ്മ എന്നോട് ക്ഷമിക്കണേ എന്നും പറഞ്ഞോണ്ട്. അപ്പൊ ഞാൻ ഓർത്ത്, എന്തിനാ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു? ഞാൻ ഓർത്ത് വലിയ ബഹളമൊക്കെ മതം മാറ്റിയെന്നും പറഞ്ഞിട്ട് നമുക്ക് വിരോധമായിട്ട് വരുവാന്നും പറഞ്ഞോണ്ട് ഒരു 10-20 ആൾക്കാരുണ്ടായിരുന്നു. അന്നേരം അങ്ങ് താഴെ വീഴുക. അന്നേരം ഞാൻ എന്തിനാ താഴെ വീഴുന്നത് എന്നും പറഞ്ഞോണ്ട് പറയാം, ആദ്യം എന്നോട് ക്ഷമിച്ചെന്നും പറഞ്ഞിട്ട് പറ. ഞാൻ പറഞ്ഞു ക്ഷമിച്ചു, എഴുന്നേക്ക എന്നും പറഞ്ഞോണ്ട് എഴുന്നേറ്റപ്പോ അയാൾ പറയുവാ, അമ്മ നിങ്ങളുടെ അടുത്ത് ഞാൻ അന്ന് നിങ്ങളെ തേറി വിളിച്ച് ഒരുപാട് നിങ്ങളെ വൃത്തികേടുകളൊക്കെ പറഞ്ഞ് ആ ഗ്രാമത്തിൽ ആകെപ്പാടെ നിങ്ങൾക്ക് വിരോധമായിട്ട് ഞാൻ സംസാരിച്ചു. പക്ഷെ അന്ന് തൊട്ട് എന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് പോയി പിന്നെ ആത്മഹത്യ ചെയ്യുന്ന ആ സ്ഥലത്തിരുന്നപ്പോ ഞാൻ ഓർത്തു, ആ അമ്മ പറഞ്ഞ ദൈവത്തിനെ എനിക്കൊന്ന് വിളിച്ചു നോക്കിയാൽ എനിക്കൊരു സമാധാനം കിട്ടുമോ എന്ന് ചോദിച്ചോണ്ട് ഞാൻ അവിടെ മുഴങ്ങാൽ പടിയിട്ട് ആ ദൈവത്തിനോട് ഞാൻ കൂപ്പിട്ടെ, ഞാൻ വിളിച്ചു. ആ ദൈവത്തിനെ ഞാൻ വിളിച്ചപ്പോ ആ ദൈവം വന്നിട്ട് എന്റെ ഹൃദയത്തിൽ അതുവരെ ഇല്ലാത്തൊരു സമാധാനം തന്നു. ഞാൻ അന്നേരം വീട്ടിൽ തിരിച്ചു വന്നിട്ട് പിന്നെ എന്റെ ഭാര്യയും പിള്ളേരെയും എല്ലാം കൂട്ടിക്കൊണ്ട് ഞാൻ ഒരു ചർച്ചിൽ പോയി. അടുത്ത ആഴ്ചയിൽ ഒരു ചർച്ചിൽ പോയി. ഞങ്ങളിപ്പോ സുഖമായിരിക്കുന്ന അമ്മ, എനിക്ക് ദൈവത്തിന് നല്ലൊരു സമാധാനം തന്നു. ഞങ്ങളുടെ വീട്ടിലുള്ള വിഗ്രഹങ്ങളെല്ലാം ഞാൻ ഒരു ചാക്കിനകത്ത് കെട്ടി ആറ്റിലെ കൊണ്ട് കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു. ഇതുപോലെ പറയാനാണെങ്കിൽ ഒരുപാട് സാക്ഷികളുണ്ട്. ഇങ്ങനെ ദൈവം തമ്പുരാന് ഇങ്ങനെ ഞങ്ങളെ ദൈവം തമ്പുരാൻ വഴി നടത്തുന്നു. പിന്നെ സാക്ഷികൾ പറയാൻ വേണ്ടിയാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് പിന്നെ ദൈവം തമ്പുരാനും
എനിക്ക് വന്നിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതാണെങ്കിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ രാത്രി തൊട്ട് രാവിലെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ 7 വരെ പ്രാർത്ഥിക്കുകയല്ല. അതിനുശേഷം എഴുന്നേറ്റ് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നിട്ട് 1 മണിക്ക് ഞാൻ ഒരു 10 ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നു. നോക്കിയാ എനിക്ക് പ്രാർത്ഥന നിർത്താൻ ഒക്കുന്നില്ല. ആ പ്രാർത്ഥന ഞാൻ നിർത്തിയത് വൈകിട്ട് 10:30. അതുപോലെ ദൈവത്തെ വരാനും ഭയങ്കരമായിട്ട് ഇങ്ങനെ. അപ്പൊ അല്ലാത്ത സമയത്ത് അതുപോലെ ഞാൻ ഒരു ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷെ മറ്റുള്ള അതുപോലെ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാലും എനിക്ക് ദൈവസന്നിധിയെ വന്നിരുന്ന് ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ദൈവം എന്നോട് സംസാരിച്ചോണ്ടിരുന്നു. വൈകുന്നേര സമയം രാവിലെ ഒരു 6 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ദൈവനോട് സംസാരിക്കും. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ കൈകെട്ടി കിടക്ക എന്ന് പറഞ്ഞ് നീ കിടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെ വരും. പിന്നെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെ വന്നിട്ട് അത് പിന്നെ ആയുധമണിഞ്ഞ് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം എന്നോട് സംസാരിച്ചതാ. ഒരു മിലിറ്ററി മാൻ വന്നിട്ട് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവൻ പോകുന്നെന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കൂടെ അവന് അതിൽ നിന്ന് പിന്മാറുകയില്ല. പക്ഷെ അതുപോലെ പിശാച് ഇങ്ങനെ വന്ന് രാവിലെ സമയം എത്തി നോക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വചനം എന്താ പറയുന്നത്, അതിരാവിലെ എന്നെ തേടുന്നവൻ എന്നെ കണ്ടടയുമെന്ന് എന്നെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് വചനം പറയുന്നുണ്ട്. അപ്പൊ ആ വചനത്തിന് എതിർത്ത് നിൽക്കുക നീ. അപ്പൊ ആ അതിരാവിലെ സമയം ദൈവ കുഞ്ഞുങ്ങളുടെ പിന്നെ ഭവനത്തിൽ പിശാച് ഒന്ന് നോക്കി പ്രാർത്ഥിക്കുകയാണോ കിടന്നുറങ്ങുകയാണോ എന്ന്. അപ്പം പ്രാർത്ഥിക്കുകയാണെങ്കിൽ കളകൾ വിതച്ചിട്ട് പോകും. അവിടെ വിത്ത് വിതയ്ക്കുകയല്ല, കളകൾ വിതച്ചിട്ട് പോകും. നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവാത്മാവ് എന്നോട് കുറെ മാസങ്ങളെ ഇങ്ങനെ സംസാരിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, കർത്താവെ പ്ലീസ് എന്നെ വിട്ടേരെ. ഞാൻ വൈകിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ 7 വരെ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ. പകലെല്ലാം നിന്റെ സാന്നിധ്യം ഞാൻ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നിനക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒത്തിരിയും ഇഷ്ടപ്പെടുന്ന കാര്യം ഈ അതിരാവിലെ സമയമുള്ള ഈ ഉറക്കവാ. അത് മാത്രം എന്നോട് നീ പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ അതിന് കീഴ്പടിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെങ്കിൽ ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്ന രാവിലത്തെ ആ സമയത്തിലെ ഉറക്കം ഞാൻ കീഴ്പടിഞ്ഞിട്ടില്ല. നോക്കുകയാണെങ്കിൽ എന്റെ വീട്ടിൽ ആർക്കുമില്ല, എനിക്ക് മാത്രം വരുന്ന ഒരു ചില പാട്ടുകൾ, ഉപദ്രവങ്ങൾ, അതെനിക്ക് ജീവിതത്തില് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഭയങ്കരമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിലിറ്ററി മാനെ പോലെ ആയുധം അണിഞ്ഞു വന്ന് നിൽക്കുക പിശാച്, നിന്നെ അനുഗ്രഹിക്കാൻ വിടുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഉള്ളതെല്ലാം എന്റെ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങളെല്ലാം അവൻ തിരുടിയിട്ട് മീൻസ് കട്ടോണ്ട് പോകുക. പിന്നെ ഇവൻ വന്നിട്ട് പിശാച് കക്കുന്നതിനും മുടിക്കുന്നതിനും കൊല്ലുന്നതിനും അഴിക്കുന്നതിനും ഒക്കെ വരുന്നു പറഞ്ഞോണ്ട. അപ്പൊ ഈ രാവിലെ സമയം എഴുന്നേറ്റ് പ്രാർത്ഥിക്കാത്തതുകൊണ്ട് പല പല കളകളെ എന്റെ ജീവിതത്തിൽ വിതച്ചിട്ട് എനിക്കുള്ളതെല്ലാം ഇവൻ കട്ടോണ്ട് പോയി. എനിക്ക് സമാധാനം കിട്ടുന്നില്ല, എനിക്ക് സന്തോഷമില്ല, എനിക്ക് മരിച്ചാൽ മതി എന്നും അങ്ങനത്തെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ കടന്നുപോയി. ഞാൻ എന്നിട്ട് 21 ദിവസം ദൈവസ്ഥാനയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ നിലയിലിരുന്ന് എനിക്കൊരു മാറ്റം വരണേ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല. ഞാൻ വെറുതെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു 21 ദിവസം. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല. പിന്നെ ലാസ്റ്റിലെ പറഞ്ഞു, നീ എന്റെ വാർത്തയ്ക്ക് കീഴ്പടിയ, അതിരാവിലെ സമയം എഴുന്നിട്ട് പ്രാർത്ഥിക്കുക, എന്നാൽ മാത്രം ഈ കാര്യം. പക്ഷെ എനിക്ക് ഈ ദുഃഖം താങ്ങാൻ വയ്യാതെ ഞാൻ എന്തെടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 മണിക്ക് ശേഷം മിക്കവാറും ഞങ്ങളുടെ വീട്ടിൽ 11:30 മേലെ 12 മണിയാകും കിടക്കാന്. ഇപ്പൊ ഈ 12 മണിക്ക് ശേഷം ദൈവം എപ്പോഴും എഴുന്നേപ്പിച്ച് വിടുന്നു. ചിലപ്പോൾ 1 മണിക്കായിരിക്കും, ചിലപ്പോൾ 1:30 എനിക്കെന്നോട്ടെനിക്ക് എന്റെ ദുഃഖം താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് മുൻപോട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിലായി പോയി. ഉടനെ ഞാൻ എഴുന്നേക്കാൻ തുടങ്ങി. വേറെ എനിക്ക് വഴിയില്ലാതെ ഞാൻ എഴുന്നേറ്റു. 1 മണിക്ക്, 1:30, 2 മണിക്ക്, 2:30 ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ എന്റെ സിറ്റുവേഷൻ എല്ലാം നോർമലായി. എന്റെ എല്ലാ ശത്രുവാനോൻ കട്ടോണ്ട് പോയ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തിരിച്ചു വന്നു. എനിക്ക് ജീവിതത്തിൽ ഇനിയും നിറയെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം തമ്പുരാൻ തന്നു. അപ്പം ഇപ്പൊ ഞാൻ പകല് കൂടുതലായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നില്ല. എന്റെ പ്രാർത്ഥന യാമങ്ങളിലൊക്കെയാ. അപ്പൊ ഇപ്പൊ അന്നേരം 1:30, 2:30 ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഇത്രയും നാൾ ഞാൻ പകലിരുന്ന് പ്രാർത്ഥിച്ചതൊക്കെ എന്റെ ബുദ്ധിയിൽ വരുന്ന പ്രാർത്ഥനകളായിരിക്കും. ദേശത്തിന് വേണ്ടി, ഇന്ത്യ ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഞാൻ പോകുന്ന മിനിസ്ട്രിക്ക് വേണ്ടി, എല്ലാത്തിനു വേണ്ടി എന്റെ ബുദ്ധിയിൽ വരുന്ന ഒരു പ്രാർത്ഥനയായിരിക്കും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ഞാൻ യാമങ്ങളിലൊക്കെ എഴുന്നേറ്റ് ഈ രാത്രി സമയങ്ങളിലൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഞാനല്ല പ്രാർത്ഥിക്കുന്നത്, എനിക്കുള്ളിൽ ദൈവത്തിന്റെ ഭാരം ദൈവം കൊണ്ടുവരുന്നത് ഞാൻ അറിയുന്നു. അത് അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ദേശത്തിന് വേണ്ടി പണിയേണ്ടത് പണിയുന്നതിനും വെട്ടുന്നതിന് വെട്ടിക്കളയേണ്ടതിനും നടേണ്ട കാര്യങ്ങൾ നടുന്നതിനും എല്ലാം ഉള്ള പ്രാർത്ഥന
പ്രാർത്ഥന എന്നിൽ കൂടെ ദൈവം തമ്പുരാന് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇപ്പോഴറിയുന്നു. പണ്ടത്തെ പ്രാർത്ഥന വേറെ പ്രാർത്ഥന, ഇപ്പോഴത്തെ പ്രാർത്ഥന വേറെ പ്രാർത്ഥന, അങ്ങനത്തെ ഉള്ള ഒരു പ്രാർത്ഥനാ ജീവിതം ദൈവം ഇപ്പോൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിനാൽ, ഞാനോ 5 പൈസ പോലെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്ന പൈസ എല്ലാം ഞാൻ മാറ്റി വെച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകൃപയാൽ ഇപ്പൊ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നു. മൂത്ത മോൻ പാസ്റ്റർ, അവനെ പാസ്റ്ററിന് ദൈവം തമ്പുരാൻ അവനെ വിളിച്ചു വേർതിരിച്ചു. അവനൊരു പാസ്റ്ററായി. അവൻ ജോലി ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അവൻ BA കഴിഞ്ഞതിന് ശേഷം ദൈവം അവനെ മിനിസ്ട്രിക്ക് വേണ്ടി അവൻ പോകുകയെന്ന് പറയേണ്ട ഒരിത് അവൻ, ഞാൻ ഇല്ല മമ്മി, നമുക്ക് കൂടുതലായിട്ട് പൈസ ഒന്നും ഇല്ലല്ലോ, നമുക്കൊരു വീടില്ല, ഞാൻ മിനിസ്ട്രിക്ക് പോകുന്നില്ല, ഞാൻ കുറച്ചുനാൾ പോയി ഞാൻ സമ്പാദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് BA കഴിഞ്ഞ ഉടനെ എനിക്ക് ആഗ്രഹം ഇവനെ ബൈബിൾ കോളേജിൽ വിടണമെന്നും പറഞ്ഞുകൊണ്ട്, അപ്പൊ വേഗം ഞാൻ ഇവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബൈബിൾ കോളേജിൽ പോകാൻ ആകെപ്പാടെ ഡിസിഷൻ എടുക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിൽ വേഗം അവനും അവന്റെ അനുജനും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടോ കളിച്ചോണ്ടോ ഒക്കെ ഇരിക്കായിരുന്നു. വേഗം ഈ എന്റെ ഇളയ മോൻ അലറുന്ന ഒരു ശബ്ദം കേട്ടു. വേഗം ഞാൻ കടന്നു വന്നപ്പോ ഇവൻ ആകെപ്പാടെ സംസാരിക്കത്തില്ല, കണ്ണെല്ലാം മേലെ പോയി, ആകെപ്പാടെ എന്തെന്തൊക്കെയോ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാനും അലറി വിളിച്ചു ദൈവത്തിന്റെ സന്നിധിയില്. ഇത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ദൈവമേ ഇവന് ജീവനെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ മിനിസ്ട്രിക്ക് വിട്ടോളാം എന്നുള്ളൊരു വാർത്ത ലാസ്റ്റ് തീരുന്നതിന് മുമ്പേ അവൻ എഴുന്നേറ്റിരുന്ന മമ്മി എനിക്ക് വാമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബാത്റൂമിൽ പോയി വാമിറ്റ് ഒക്കെ ചെയ്തിട്ട് വന്ന് നോർമലായി. അപ്പൊ ദൈവത്തിന്റെ വിളിയായി ഇതെന്നും പറഞ്ഞുകൊണ്ട് അവനും മനസ്സിലായി. അവൻ BD പഠിക്കാൻ വേണ്ടി കൽക്കട്ടയിൽ പോയി BD പഠിച്ചു, MSW പഠിച്ചു. പിന്നെ വന്നിട്ട് ജോലിയും, എന്നാലും അവന് എന്തെങ്കിലും സമ്പാദിക്കണം എന്നുള്ളത്, പിന്നെ ജോലിയും മിനിസ്ട്രിയും കൂടെ ചെയ്തുകൊണ്ടിരുന്നു. ലാസ്റ്റില് മിനിസ്ട്രിയും ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചോണ്ടിരുന്നു. അപ്പൊ പറഞ്ഞു എനിക്കിത് വേണ്ട, ജോലിയും കൂടെ ചെയ്യാൻ ഒക്കത്തില്ല. ജോലിക്ക് പോയാലൊന്നും അവിടെ നിൽക്കാൻ വേണ്ടി അവന് പറ്റുന്നില്ല. അവന് പോവാണെങ്കിൽ ഏതെങ്കിലും ഒരു തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ലാസ്റ്റ് അവൻ മിനിസ്ട്രിക്ക് വേണ്ടി ഫുള്ളായിട്ട് അവനെ സമർപ്പിച്ചു. ഇപ്പം ഫുൾ ആൻഡ് ഫുൾ ഒരു പാസ്റ്റർ, ഇപ്പൊ അവൻ പാസ്റ്ററാണ്. ഫുൾ ആൻഡ് ഫുൾ ദൈവത്തിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി അവൻ തന്നെ സമർപ്പിച്ചു. അപ്പൊ ദൈവമേ എനിക്കിങ്ങനെ സമ്പാദിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ ഗവൺമെന്റില് AE ആയിരിക്കുന്ന ഒരു ഭാര്യ, അവന് ഭാര്യയായിട്ട് വന്ന ഒരു പെണ്ണ്, ഗവൺമെന്റ് ലെവല് എഞ്ചിനീയറാണ്, നല്ല സമ്പാദിക്കുന്ന ഒരു പെണ്ണ് അവന് വന്നു. ഇയാളെ മോനും ദൈവത്തിന്റെ വേലയിലായിരുന്നു, ചിൽഡ്രൻസ് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ അവൻ ദുബായിൽ പോയി അവൻ ചെയ്യുന്ന മിനിസ്റ്റർ അവന്റെ ഭാര്യ ഇൻചാർജ് എടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവളും IT-യില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഞങ്ങളും എല്ലാം ഇപ്പൊ അനുഗ്രഹിക്കപ്പെട്ട നിലമേല് ആയി. അപ്പൊ ദൈവത്തിന് വേണ്ടി ഒരു ചില കാര്യങ്ങൾ നമ്മൾ നഷ്ടമെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ വാർത്തകളെ അനുസരിച്ച് നമ്മൾ മാറ്റിവെക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് ശക്തനാ. ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹത്തിനാൽ ഞങ്ങളുടെ കുടുംബം ക്ഷേമമായി ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലെ നൈറ്റ് പ്രയർ ഉണ്ട്, വീട്ടിൽ തന്നെ നൈറ്റ് പ്രയർ നടത്തുന്നുണ്ട്. ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് വീട്ടിൽ, അതിലൊരു 10-30 പേര് വരുന്നുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ വേലയിൽ ഞങ്ങൾ കുടുംബമായി ആയിരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. സിസ്റ്ററെ കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം മിനിസ്ട്രിയില് ഇനി വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഈ വില്ലേജുകളിലൊക്കെ പോകുമ്പോ ദൈവം എന്തെങ്കിലും? ഒരു പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിലെ മിനിസ്ട്രി, ഒരു 10-20 പേര് എൻ്റെ കൂടെ വരുമായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ ഈ ലഞ്ച് ടൈം, ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 2 മണി വരെ എല്ലാ വിസിറ്റേഴ്സ് എല്ലാം പോകാമല്ലോ. ആ സമയമായിരിക്കും ഞങ്ങൾ എല്ലാവരും 2 പേര് ഓരോ വാർഡിലേക്ക് കയറും. ഒരു 10-20 പേര് ഞങ്ങൾ പോകും. അങ്ങനെ പോയപ്പം ഒരു വാർഡിൽ കയറിയപ്പം അവിടെ ഒരു 10-50 ഇത് കോയമ്പത്തൂര് കോയമ്പത്തൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ വലിയ ഹോസ്പിറ്റൽ, ഒരു 19,000 പേരിന് അതിന് മേലെ കാണുമായിരിക്കും കിടക്കുന്ന വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പൊ ഒരു 50 നേഴ്സിന് മേലെ അവിടെ കൂടുതലായിട്ട് അവിടെ ഉണ്ട്. അതിന് ഹെഡായിട്ട് ഒരാൾ നിന്നിട്ട് അവിടെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ഉള്ളിൽ പോയി ആരോടൊന്നും പറഞ്ഞില്ല. ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് അയാൾ ഞങ്ങളെ ഉള്ളിൽ വിളിച്ചു. അന്നേരം നിങ്ങൾ എന്തിനു വേണ്ടി ഇവിടെ വന്നേന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ആ സമയം ഞങ്ങൾക്ക് എന്തോ പറയേണ്ടതൊന്നും അറിയത്തില്ല. ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതെന്ന്, വേറെ ഒന്നും പറയാനൊന്നും അറിയത്തില്ല. നിങ്ങളെ ആരിവിടെ വിളിച്ചു?
ഈ ഇതിനുള്ളിൽ വരെ നിങ്ങളോട് ആരും ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. പിന്നെ ഇപ്പൊ നിങ്ങളെ ഞാൻ ജയിലിൽ അടയ്ക്കും, താഴെ പോലീസ് ഇപ്പോണ്ട്, പോലീസ് വിളിക്കാന്ന് പറഞ്ഞു. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ നേരം പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് സബ് ഇൻസ്പെക്ടറായിട്ട് ഈ തുടിലൂർ സ്റ്റേഷനിലെ ജോലി ചെയ്യണം. ഏത് ഇൻസ്പെക്ടർ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നീ ഇവിടെ എന്തിനാ വന്നത്? നിങ്ങളെ ഇപ്പൊ ഞാന് ജയിലിൽ അടയ്ക്കും, നിങ്ങൾ ജയിൽ കടന്നായ ഒപ്പത്തുള്ള പോലീസിന് ഫോൺ ചെയ്യുന്ന പറഞ്ഞിട്ട് ഫോണൊക്കെ എടുത്തു. അന്നേരം ഞാനിങ്ങനെ ഉള്ളില് ദൈവം തമ്പുരാനെ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ ഇവിടുന്ന് വിടുവിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചോണ്ട് ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു അവിടെ ഇരിക്കെന്ന് പറഞ്ഞു. പിന്നെ ഇതാ വെളിയിൽ ആ സ്ഥലത്ത് ഡെസ്ക് ഇട്ടിട്ട് ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കെന്ന് പറഞ്ഞു. ഈ ഇരിക്കെന്ന് പറഞ്ഞ സമയത്തിന് ഞാൻ വെളിയിൽ പറഞ്ഞു ഓടി വന്നു. ഓടി പിന്നെ ഹോസ്പിറ്റലിൽ ഇരുന്ന വെളിയിൽ വന്നിട്ട് ഗേറ്റിന് വെളിയിൽ വന്നു. ഓടി വന്നിട്ട് എല്ലാവർക്കും ഫോൺ ചെയ്തിട്ട് ആരും സുവിശേഷം അറിയിക്കേണ്ട എല്ലാവരും വെളിയിൽ വന്നിട്ട് എല്ലാവരെയും വിളിച്ചോണ്ട് ഞങ്ങൾ പോയി. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ എനിക്ക് വീട്ടിൽ വന്നിട്ട് ഭയങ്കരമായ ഫീലിങ്സ്. ആ ഹോസ്പിറ്റൽ ഇതില് ഒരുപാട് ജനങ്ങൾ കിടക്കുന്നുണ്ട്. അവർക്കെല്ലാം സാപ്പാട് കൊടുക്കാൻ വന്ന ജനങ്ങളും ഉണ്ട്. അത്രയും ജനങ്ങളുടെ മധ്യത്തിൽ 500 പേരിന് മേളിൽ ആ വാർഡിനുള്ളിൽ കാണും. ഈ 19 സിസ്റ്റേഴ്സുകൾ നേഴ്സസ് ഉണ്ട്. എല്ലാവരുടെ മുൻപിൽ എന്നെ അവമാനപ്പെടുത്തിയല്ലോ, ഇത്രയും പേരുടെ മുൻപിലോ ഇത്രയൊരു അവമാനത്തെ ഞാൻ കേൾക്കണമല്ലോ. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്റെ ഹൃദയം അങ്ങ് നീറി അങ്ങ് പോകഞ്ഞ് ഞാൻ ദൈവത്തിനോട് പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഒരാഴ്ചക്കുള്ളില് അയാൾക്കും ഈ പ്രാർത്ഥനയുടെ ശക്തി എന്താന്ന് പറഞ്ഞിട്ട് ദൈവമേ നീ വെളിപ്പെടുത്തണേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ ഞാൻ പോയെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നോക്കിയാ എന്റെ ഹസ്ബൻഡ് ഈ ഒരാഴ്ചക്കുള്ളിൽ ഒരു ന്യൂസ് പേപ്പർ കൊണ്ടുവരുന്നു. അപ്പൊ ആ ന്യൂസ് പേപ്പറിൽ ഇയാള് കിടക്കുന്നു. എന്നിട്ട് അത്യാഹിതമായ ഒരു പിന്നെ മരണം അയാളെ എന്തുവാ ഇപ്പോഴത് മരിക്കുമോ എന്നുള്ള ഒരു അത്യാഹിതമായ ഒരു ഇതിനുള്ളില് അയാള് കിടക്കുന്നു. പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ അന്നോട്ടുണ്ടെങ്കിൽ എത്രയോ ഹോസ്പിറ്റലിന് ഹെഡായിരുന്നു പോലും അയാള്. എത്രയോ ഗവൺമെന്റ് ആശുപത്രിക്ക് ഹെഡായിരുന്നു. നമുക്കൊന്നും അറിയത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ വലിയ കോട്ട ഇട്ടിട്ട് കിടക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ പ്രവർത്തിക്കാൻ നോക്കാം. അപ്പൊ ആ സമയത്ത് ദൈവം തമ്പുരാൻ ഒരു പ്രാർത്ഥനയുടെ ഒരു ആവശ്യം അയാൾക്ക് വന്നു. ദൈവം തമ്പുരാൻ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മിനിസ്ട്രിയില് നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവിടെ ഗ്രാമ മിനിസ്ട്രി നടക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും. ഇല്ല, അയാളുടെ വിവരം നമുക്കറിയാം. നമുക്ക് ആൾക്കാരില്ലല്ലോ. നമുക്ക് ജീവിച്ചോ ഇല്ല മരിച്ചോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നു. ദൈവത്തിന്റെ നാമത്തെ നിമിത്തം നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ പ്രവർത്തിക്കുന്നത്. അതുപോലെ എത്രയോ പറയാം. ഓരോ പിന്നെ അപ്പൊ ഒരു സാക്ഷി കൂടെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ, ഒരു ഗ്രാമത്തിൽ ഞാൻ പോയപ്പം ഒരു ഗ്രാമങ്ങളിലൊക്കെ ഈ നഴ്സസ് ഡോക്ടേഴ്സ് ഒക്കെ വന്ന് ചികിത്സിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അവിടെ ഉണ്ടോന്ന് അറിയത്തില്ല, ഇവിടെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഈ പെണ്ണിന്റെ ജീവൻ പോകാൻ ആസ്പത്രി നല്ല ഉപേക്ഷിച്ച് കളഞ്ഞു. ആ പിന്നെ ഗ്രാമത്തിലൊരു കുടിലാണല്ലോ, അവിടെ കൊണ്ടിട്ടിട്ട് അതിന്റെ മൂക്കിൽ കൂടെയും വായിൽ കൂടെയും എല്ലാം ട്യൂബ് ഇങ്ങനെ ഇട്ടേക്കുക. ഒരു പെണ്ണ് ഒരു 10-20 വയസ്സിനുള്ളിലെ പ്രായമുള്ളൂ. ആ പെണ്ണിങ്ങനെ പിന്നെ ഈ ശ്വാസം വലിച്ച് കിടക്കുക. എപ്പോഴാ മരണം വരുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ അവിടെ മിനിസ്ട്രിക്ക് വേണ്ടി പോയപ്പം പിന്നെ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു ഈ പെണ്ണിങ്ങനെ കിടക്കുന്നു, ഒന്ന് പോയി പ്രാർത്ഥിക്കുന്ന പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ തല കുനിഞ്ഞ് ആ കുടിലിനുള്ളിൽ കിടന്നു. തീരെ നമുക്ക് നിൽക്കാൻ പോലും ഒക്കത്തില്ല. അപ്പൊ അതിനുള്ളിൽ പോയി പ്രാർത്ഥിച്ചിട്ട്, കർത്താവ് ഇതെല്ലാം ഹിന്ദു ജനങ്ങളാ, എനിക്കൊരു വിശ്വാസമില്ല ഇത് ജീവിക്കുമെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വന്നു. അടുത്ത ദിവസം അതേ ഗ്രാമത്തിൽ നിന്ന് ഫോൺ ചെയ്ത് പറയുന്നത് ആ പെണ്ണ് എഴുന്നേറ്റ് വെളിയിൽ വന്നു എന്നും പറഞ്ഞോണ്ട്. അപ്പൊ ഇപ്പൊ അവൾ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവൾ സുഖമായിരിക്കുന്നു. അങ്ങനെ പോയി നമ്മൾ ഗ്രാമങ്ങളിലൊക്കെ ദൈവത്തിനെ അറിയാത്ത ജനത്തിന്റെ അടുത്ത് നമ്മള് പോയാൽ മതി ദൈവം പ്രവർത്തിക്കാൻ. നമ്മളൊന്നും ചെയ്യണ്ട. യേശുക്രിസ്തുവിന്റെ നാമം അവിടെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഉടനെ അത്ഭുതമായിരിക്കും ദൈവം തമ്പുരാൻ നടത്തുന്നത്. അപ്പൊ ഈ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു. ഇപ്പൊ ആ രക്ഷിക്കപ്പെട്ട ജനങ്ങളെ ഒരു ചില ഗ്രാമങ്ങളിൽ അവിടെ തന്നെ ഇരുന്ന് ആ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഒരു കൂട്ടം ജനങ്ങളെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ അതാത് സ്ഥാനത്ത് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇടയിൽ പോയി വിസിറ്റ് ചെയ്ത് അവരെ ഒന്ന് ഉത്സാഹപ്പെടുത്തി പ്രാർത്ഥിച്ചിട്ട് വരും. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. എത്രത്തോളം ഒക്കെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാന് കർത്താവ് പ്രിയപ്പെട്ട സഹോദരിയെ ഉപയോഗിച്ചു.
ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും പിന്നെയും കർത്താവ് ഉപയോഗിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. സിസ്റ്റർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച സിസ്റ്റർ പ്രാർത്ഥിച്ച സ്തോത്രം. സ്തുതിക്കുന്ന കർത്താവേ, നിന്നെ നന്ദിയോടെ സ്തോത്രം 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 ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ ഇതുവരെ കർത്താവേ ജോയിസ് ടിവിയിലെ കൂടെ കർത്താവേ നടിയന് തന്ന കർത്താവേ സാക്ഷ്യത്തെ പകരുവാൻ തക്കവണ്ണം ദൈവമേ നീ സഹായിച്ച കൃപകൾക്കാകെ ദൈവമേ നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. ഇത് അനേകർക്ക് കർത്താവെ അനുഗ്രഹമാകെ മാറട്ടെ ദൈവമേ. ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ പ്രിയപ്പെട്ട സിസ്റ്ററിനെയും കുടുംബത്തെയും കർത്താവെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവർകളാകെ മാറട്ടെ, ആശീർവദിക്കപ്പെട്ട മാറട്ടെ. നിന്റെ മിനിസ്ട്രിയിൽ ഇനി കൂടുതലായിട്ട് കർത്താവേ വർദ്ധിക്കുന്നവരായി മാറട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. തടസ്സങ്ങളെല്ലാം മാറി പോകട്ടെ കർത്താവേ. കർത്താവേ നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. ഇനി അനേകരെ കർത്താവേ இந்த ജോയിസ് ടിവിയിലേക്ക് കർത്താവേ കൊണ്ടുവന്ന് നിന്റെ സാക്ഷ്യം അനേകർക്ക് കർത്താവേ പകർന്ന് ആശീർവാദമാകെ ഇരിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവമേ. സിസ്റ്റർ പ്രിയപ്പെട്ട സിസ്റ്റർ കർത്താവേ നിനക്ക് അനുഗ്രഹമാകെ മാറട്ടെ കർത്താവേ. ദൈവമേ നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. നീ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, ഉത്തരവ് തന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലവും യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ കേൾക്കുന്നു ഞങ്ങളുടെ പരലോക പരിശുദ്ധ പിതാവേ. ആമേൻ 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 ആമേൻ. കർത്താവ് സഹായിക്കട്ടെ.